വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഗ്രേസിന് സ്റ്റീവനൊക്കെ പറഞ്ഞയച്ച് ഞാൻ ദേ അഷ്ടമിശ്ര എത്തിയേക്കാണ്. അപ്പോൾ പെട്രോൾ അടിക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ അഷ്ടമിശ്രയുള്ള ഹോം എക്സ്പ്രസ്സിലേക്കാണ് കേട്ടോ വന്നേക്കണത്. തക്കാളി, ഉരുളക്കിഴങ്ങ്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി മേടിച്ചിട്ട് ഇനി നേരെ വീട്ടിലേക്ക്. Stories I've been told, they never seem to leave my mind. And this road that I am on. അപ്പോൾ ദേ തിരിച്ച് വീട്ടിലെത്തി. ഇന്നാണെങ്കിൽ രാവിലെ ഞാൻ ജസ്റ്റ് ജിമ്മിൽ പോയ സമയത്ത് ഒരു പഴം കഴിച്ചായിരുന്നു. പിന്നെ ഒരു കാപ്പി കുടിച്ചു. പിന്നെ ജിമ്മിൽ പോണേക്കാൾ മുമ്പായിട്ട് വെളുപ്പിനാണ് കഴിച്ചത്. പിന്നെ ഞാൻ കാര്യമായിട്ടല്ല ഫുഡേ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കാപ്പിയാണേലും കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരുന്നു. അവരെ പറഞ്ഞയച്ചു. പിന്നെ നമ്മുടെ ഫാം ഹൗസിൽ പണിക്ക് ആളുണ്ട്, അങ്ങോട്ട് പോയി ഇങ്ങോട്ടൊക്കെ പോയി കുറേ നേരം ലേറ്റായി. അപ്പം നല്ല വിശപ്പുണ്ട് കേട്ടോ എനിക്കിപ്പോൾ. പിന്നെന്താ, ഞാനിന്ന് മേടിച്ച സാധനങ്ങൾ കാണിക്കേ. ഇത് ഏപ്രൺ എൻ്റെ അടുത്തുണ്ടായിരുന്നത് ചീത്തയായി തുടങ്ങിയായിരുന്നു. അത് ഞാൻ 2-3 പ്രാവശ്യം വാഷ് ചെയ്തു. തുണിയുടെ തന്നെ മേടിച്ചായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടൊരു ഐറ്റമാണ്. എപ്പം ഞാൻ പാത്രം കഴുകിയാലും ഈ കൗണ്ടർ ടോപ്പ് ഒന്നും എൻ്റെ ഒരു ലെവലിലല്ല നിൽക്കണ അടുക്കളയിലത്തെ. അതുകൊണ്ട് തന്നെ എൻ്റെ മേത്തേക്ക് വെള്ളം തെറിക്കും. അപ്പം അങ്ങനെ ഞാൻ പുതിയ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന ടിഷ്യൂ ഉണ്ടല്ലോ, അത് മേടിച്ചു. പിന്നെ എൻ്റെ ഇന്ന് കടയിൽ കയറിയപ്പോൾ എൻ്റെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് കട്ടിങ് ബോർഡാണ് കേട്ടോ. കുറേ നാളായി ഞാൻ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മരത്തിൻ്റെ കട്ടിങ് ബോർഡാണ്. പണ്ട് ഞാനൊരു സർക്കിളായിട്ടുള്ളൊരു കട്ടിങ് ബോർഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ കട്ടിങ് ബോർഡായിരുന്നു. അത് നമ്മുടെ അവിടേക്ക് ഞാനൊരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി അങ്ങനെ കൊണ്ടുപോയിട്ട് പിന്നെ അത് അവിടെ തന്നെയാണ് ഇരിക്കണേ. പിന്നെ ഇത് ഒരു പുട്ടുപൊടി, ഇത് മൾട്ടിഗ്രെയിൻ്റെ പുട്ടുപൊടിയാണ്. അതിങ്ങനെ കണ്ടപ്പോൾ മേടിച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു തന്നത്, ഞാൻ ഇന്ന് ഓൺലൈനിൽ നിന്ന് മേടിക്കാൻ മുമ്പ് വിചാരിച്ചായിരുന്നത് സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡ്. പിന്നെ അത് നാളെ ആവട്ടെ ഇന്നാവട്ടെ എന്ന് പറഞ്ഞ് പിന്നെ മറന്നു പോകും. പിന്നെ മിക്കപ്പോഴും ഞാൻ കൈ കൊണ്ടാണ് കട്ട് ചെയ്യുക. പിന്നെ എന്നിട്ട് നമ്മുടെ ചോപ്പറൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല. നമുക്ക് കട്ടിംഗ് ബോർഡിന് അധികം യൂസ് വരാറില്ല. പിന്നെ എന്തായാലും എനിക്ക് കട്ടിംഗ് ബോർഡിന് എന്തായാലും വേണം. ഇനി നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഓൺലൈനിലേക്ക് തപ്പി നോക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഇത് മേടിക്കാനാണ് മെയിനായിട്ട് ഞാൻ കടയിൽ പോയായിരുന്നു കേട്ടോ. കട്ടിംഗ് ബോർഡ് മേടിക്കാനാണ് പോയത്. സ്റ്റീലിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയി. അപ്പോഴാണ് അവിടുത്തെ ചേട്ടൻ പറഞ്ഞ സ്റ്റീലിൻ്റെ ഉണ്ടെന്ന്. അപ്പോൾ അതേ സ്റ്റീലിൻ്റെ അങ്ങനെ കട്ടിംഗ് ബോർഡ് ഞാൻ മേടിച്ചു. ഈ സൈസേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇതിനേക്കാളും വലിയ സൈസായിരുന്നു ഉദ്ദേശിച്ചായിരുന്നത്, പക്ഷേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കട്ടിംഗ് ബോർഡ് ഒരു എമർജൻസി ആയതുകൊണ്ട് ഞാൻ അതേ സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡ് മേടിച്ചു കൂട്ടാ. അതാണെന്ന് തോന്നുന്നു, അറിയില്ല, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇങ്ങനെ കുറേ പേര് യൂസ് ചെയ്തതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മൾ ഉദ്ഘാടന കർമ്മം അങ്ങോട്ട് നിർവഹിക്കാം. പുതിയൊരു സാധനം കിട്ടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് യൂസ് ചെയ്ത് നോക്കാനുള്ളൊരു എന്താ പറയുക, ഒരു ഇതുണ്ടല്ലോ, അതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ശരിക്കും 11:30-12 മണി ആവാറായിട്ടാ. പിന്നെ ഈ ചോറും കറിയൊക്കെ വെക്കണം. രാവിലെ വെച്ചതിലൊന്നും ഇരിപ്പില്ല. ഞങ്ങൾ രാവിലെ അമ്മയ്ക്കൊക്കെ കഞ്ഞിയാണ് കൊടുത്തായിരുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് എന്തായാലും നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ ഒരു സാലഡ് പോലെ വേഗം ഉണ്ടാക്കി കഴിക്കാം. അല്ലെങ്കിൽ എനിക്കിനി കുക്ക് ചെയ്യാനും ബാക്കി വീട്ടിലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും ആരോഗ്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ക്യാപ്സിക്കും ക്യാരറ്റും പിന്നെ ഒരു സവോളയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടർ ഇട്ടിട്ട് ഞാൻ പനീറിനെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാണ്. പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. സാൾട്ടഡ് ബട്ടർ അല്ല, അൺസാൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ ഞാൻ പിന്നെ നമുക്ക് പനീറിലേക്ക് ഉപ്പ് വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് ഉപ്പിട്ടു. പിന്നെ ഇനി അതൊന്ന് സൈഡിലേക്ക് ഒതുക്കി മാറ്റി വെച്ചിട്ട് ക്യാപ്സിക്കവും പിന്നെന്താ ഞാനിപ്പോൾ കട്ട് ചെയ്ത് ചേർന്ന ക്യാപ്സിക്കും ക്യാരറ്റ് ഇടണില്ല കേട്ടോ, ക്യാപ്സിക്കം മാത്രം ഒക്കെ ഒന്ന് വഴറ്റിയെടുത്തു. പിന്നെ ഈ ബൗളിലേക്ക് ഞാനിത് സെപ്പറേറ്റ് എടുത്ത് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചേ. ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പുതിയ ബൗളാണ് കേട്ടോ. ഞാനിങ്ങനെ ബ്ലാക്ക് കണ്ടപ്പോൾ ഇങ്ങനെ എടുത്തതാണ്. അപ്പോൾ തൈര് ഇട്ടു, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടു, ചില്ലി ഫ്ലേക്സ് ഇട്ടു. എന്നിട്ട് ഇതിനൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചായിരുന്ന കുക്കുംബറും ക്യാരറ്റും പിന്നെ
എന്താ സവോളയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാൻ കേട്ടോ. അപ്പം ഇത് സെപ്പറേറ്റ് അത് സെപ്പറേറ്റ് രണ്ട് പാത്രത്തിലാക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചായിരുന്നത്. പിന്നെ വിചാരിച്ചു എല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെയല്ലേ പോണ്, ഇനി ടൈമില്ല, ഞാൻ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ ചാൻസ് ഇല്ല. ഇത് കഴിക്കുമ്പോഴേക്കും വയറങ്ങോട്ട് ഫുള്ളാവും. അപ്പോൾ ഇത് ഞാൻ നേരത്തെ നമ്മൾ ബട്ടറിൽ റെഡിയാക്കി വെച്ചേക്കണ ഐറ്റംസൊക്കെ ഇതിലേക്കും കൊണ്ട് മുകളിലേക്കൊന്ന് മിക്സ് ചെയ്ത് അങ്ങനെ കഴിക്കാൻ പോവാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഉണ്ടാക്കിയ സ്പോട്ടിൽ തന്നെ കഴിക്കണുണ്ട് കേട്ടോ. പിന്നെ കുറേ പേര് എനിക്ക് പേഴ്സണലായിട്ട് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, വാട്സാപ്പിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഡയറ്റ് ചെയ്തായിരുന്ന റുട്ടീനൊക്കെ ഒന്ന് പറയുമെന്ന് ചോദിച്ചിട്ട്. അത് ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെ അപ്പോൾ ദേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് അങ്ങോട്ട് വേഗം കഴിക്കട്ടെ. എന്തായാലും ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ കഴിക്കില്ല, പകുതി ഇപ്പോൾ കഴിക്കും. ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് കുക്ക് ചെയ്യുമ്പോൾ കഴിക്കാമെന്ന് വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ ഇനി കറിയും ചോറും ഒക്കെ റെഡിയാക്കാനൊരു ടൈം ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ അമ്മേനെ കുറേ പേര് അന്വേഷിക്കുന്നുണ്ട്. അമ്മയ്ക്ക് പണ്ടത്തെ അത്ര ഒരു ഉഷാറും ഇതൊന്നും ഇല്ല, അതുകൊണ്ടാണ് വീഡിയോയിലൊന്നും അമ്മേനെ കാണിക്കാത്തത്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കുറയണേൻ്റെ ഒരു റീസണും അങ്ങനെയൊക്കെ തന്നെയാണ്, കുറച്ച് വയ്യായികളും പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ആണ് കേട്ടോ. അപ്പം അങ്ങനെ എൻ്റെ ഫുഡ് റെഡിയായി. അപ്പം ഇനി ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇനി ഇന്ന് അമ്മയ്ക്ക് ഇപ്പം അമ്മ മുമ്പൊക്കെ ഇങ്ങനത്തെ ഫുഡൊക്കെ കൊടുത്ത് അമ്മ കഴിക്കുമായിരുന്നു. ഇപ്പം അങ്ങനത്തെ ഫുഡൊന്നും കഴിക്കാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ടി വി ഒന്നും കാണാൻ ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങനെയൊക്കെയാണ്. ഉറക്കവും അങ്ങനത്തെ ഒരു സ്റ്റേജിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അമ്മയ്ക്ക് വായയ്ക്ക് എന്തെങ്കിലും രുചിയായിട്ടുള്ളത് വേണം. മാങ്ങ അച്ചാറ്, മാങ്ങക്കറി, അങ്ങനെ പുളി, അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിക്കാനാണ് അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ പാവയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പാവയ്ക്കും മാങ്ങയും കൂടി തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് മാങ്ങയും പാവയ്ക്കും കൂടി കറി വയ്ക്കാം. പിന്നെ ഉണക്കമീൻ ഇരിപ്പുണ്ട്, അതൊന്നും വറക്കാം അമ്മയ്ക്ക്, അങ്ങനെ വിചാരിച്ചിട്ട് ഉണക്കമീൻ ഞാൻ വെള്ളത്തിലിട്ട് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് കളയാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാവയ്ക്കാനെ കട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ മാങ്ങേനെയും ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. സവോള ഒരു സവോളയുടെ പകുതി ഞാൻ സാലഡിലേക്ക് എടുത്തുമല്ലോ, ബാക്കി പകുതിനെ ഞാൻ കറിയിലേക്ക് എടുക്കാൻ വേണ്ടി അങ്ങനെ എടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, ഇത്ര ഐറ്റംസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ശരിക്കും ഈ സാധനങ്ങളൊക്കെ ഞാൻ കൈ കൊണ്ടാണ് കട്ട് ചെയ്യാറ്. ഇതിപ്പോൾ നമുക്ക് കട്ടിംഗ് ബോർഡ് വന്ന കാരണം ഞാൻ കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്, റിപ്ലൈ ചെയ്തിട്ട് കുറേ നാളായി എന്നൊക്കെ അറിയാം. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഞാൻ എല്ലാവരുടെയും ഓടി എത്തണില്ല, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസും എല്ലാം എന്താ പറയുക കുറഞ്ഞു പോണത്. നാളെ എപ്പോഴെപ്പോഴും ഡെയിലി കണ്ടന്റുകൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണ്ടെങ്കിലും പണ്ടത്തെ പോലെ അങ്ങോട്ട് പറ്റണില്ല, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ അപ്പം അങ്ങനെ എൻ്റെ കട്ടിങ് അങ്ങനെ കഴിഞ്ഞു. ഇനി ഇഞ്ചി പിന്നെ കാന്താരി മുളകാണ് ഇടുന്നത്. കാന്താരി മുളകും കൂടി ഇട്ടിട്ട് തേങ്ങ പൊതിക്കണം. തേങ്ങ ഇരിപ്പില്ല, അപ്പോൾ തേങ്ങ പൊതിച്ച് തേങ്ങ മിക്സിയിലൊക്കെ ഒന്ന് ഇട്ടടിച്ച് 1-ാം പാലും 2-ാം പാലൊക്കെ ഒന്ന് തിരിക്കണം കേട്ടോ. അങ്ങനെ കാന്താരി മുളകും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ചായിരുന്ന ഐറ്റംസിനൊക്കെ ഇടാണ്. പിന്നെ ഇതിലേക്ക് ഇടാൻ പോണത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെന്താ ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ വെച്ചിട്ട് നല്ലോണം കൈ കൊണ്ട് കൂട്ടിത്തിരുമ്മി അവിടെ വെക്കും. അപ്പോഴേക്കും തേങ്ങാപ്പാൽ, ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന പരിപാടി തന്നെയാണ്. 1-ാം പാലും 2-ാം പാലും തിരിച്ചിട്ട് കട്ടി കുറഞ്ഞ 2-ാം പാല് വേവിക്കുക, കട്ടിയുള്ള 1-ാം പാൽ വയ്ക്കുക, കറി താളിച്ചിടാം, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കറി റെഡിയാവും. അതിൻ്റെ ഇടയിൽ ഉണക്കമീനും വറക്കണം. അങ്ങനെ അപ്പോൾ എൻ്റെ അങ്ങനെ കുക്കിംഗ് കഴിയും, ചോറ് വെക്കണം. അപ്പോൾ അതൊക്കെ ഈ ഗ്യാപ്പിൽ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ കുറച്ച് വീടിൻ്റേതായ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ സണ്ണിജാൻ്റെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേഗം എൻ്റെ കുക്കിംഗ് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ പുറത്താണെങ്കിൽ ഇപ്പം നല്ല വെയിലാണ്, നല്ല അടിപൊളി വെയിലാണ്. അപ്പോൾ തുണികളൊക്കെ ഇന്ന് കഴുകാൻ പറ്റിയ ദിവസമാണ്. കഴുകി നമുക്ക് പുറത്ത് വെയിലത്തൊക്കെ ഇടാൻ പറ്റിയ ദിവസമാണ്. എങ്ങനെയാവുന്നൊന്നും അറിയില്ല, എൻ്റെ പണികൾ കഴിയണനുസരിച്ചിരിക്കും. സ്റ്റീവിനെ കൊണ്ടുവരാനും പോകാനുള്ള ടൈമും ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ മാങ്ങയും പാവയ്ക്കും കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉണക്കമ്മന്തി അവിടെ വറുത്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി കറി താളിച്ചിടട്ടെ.
അങ്ങനെ ദേ വൈകുന്നേരമായി. ഗ്രേസും സ്റ്റീവും ഒക്കെ വന്നു. ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഈ ക്യാൻവാസ്, ചെറിയൊരു ക്യാൻവാസ്. അപ്പോൾ ഗ്രേസ് കുറേ ദിവസമായി പറയണ ആൾക്ക് ഇങ്ങനെ പെയിൻറ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടി മേടിച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനകർമ്മമാണ്. സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഓർഡർ ചെയ്തിട്ട് ഒരാഴ്ചയായി. ആൾക്ക് കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതിലൊരു ബ്രഷൊക്കെ എടുത്ത് അവൾ അവളുടേതായ രീതിയിൽ കളർ ചെയ്തുകൊണ്ടിരിക്കുക. ഇമ്മാന് പെയിൻറ് ചെയ്യണ കണ്ടിട്ട് അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെ ചെയ്യാൻ. അപ്പോൾ സ്വന്തമായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. സ്റ്റീവ് ആണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ അധികം കണ്ടിട്ടുണ്ടായിരുന്നില്ല അവൾ പെയിൻറ് ചെയ്തത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കണ്ടു. പിന്നെ അവൻ ഭയങ്കര വാശി, അവന് വേണം എന്നൊക്കെ പറഞ്ഞ് അപ്പോഴേക്കും ഗ്രേസ് ഇതേ കൊടുത്തു കേട്ടോ. അപ്പോൾ എന്തായാലും അവരവിടെ നിന്ന് പെയിൻറ് ചെയ്യട്ടെ. ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പുറത്താണെങ്കിൽ ഭയങ്കര മഴയാണേ. അപ്പം നാളെ കാണാം. ബൈ ബൈ.